എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് നമുക്കറിയാം. കുറച്ച് തിരക്കായി പോയി. കാരണം എന്താണ്, നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കാത്തിരുന്ന നമ്മളുടെ ഒരു പുതിയ കേട്ടറ്റ് പരീക്ഷ നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ നോട്ടിഫിക്കേഷന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം എന്തൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ചെയ്യേണ്ടത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പരീക്ഷയെ കുറിച്ചിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് ഒരു നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ ഇത് പഠിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇത് ഒരു സാധാരണ പരീക്ഷയാണ്. അതായത് സാധാരണ നടക്കുന്ന ഒരു കേട്ടറ്റ് പരീക്ഷയാണ്. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഡിസംബർ 2025. ഇത് അധ്യാപകർക്ക് വേണ്ടി മാത്രം ഫെബ്രുവരി മാസം ഒരു സ്പെഷ്യൽ പരീക്ഷ നടത്തും എന്ന് പറഞ്ഞിരുന്നു. ആ പരീക്ഷ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പരീക്ഷ എല്ലാവർക്കും എഴുതാം എന്ന് പറഞ്ഞിടത്ത് സർവീസിലുള്ളവർക്ക് എഴുതാം, സർവീസിൽ ഇല്ലാത്തവർക്ക് എഴുതാം. നമ്മളിപ്പോ DLED ഒക്കെ പഠിച്ച് അല്ലെ BEd ഒക്കെ പഠിച്ച് തീരാൻ പോകുന്ന അധ്യാപക കുഞ്ഞുങ്ങൾക്ക് വരെ ഈ പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം സർവീസിലുള്ളവർക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് സ്പെഷ്യൽ പരീക്ഷ അല്ലല്ലോ, അപ്പൊ ഞാനിത് എഴുതേണ്ട കാര്യമുണ്ടോ എന്നോർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ഇപ്പോഴത്തെ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 2027 സെപ്റ്റംബർ 1 മുൻപേ എന്നാണ്. അത് കേട്ടറ്റ് നേടുക എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കേട്ടറ്റ് പരീക്ഷ എഴുതി പാസ്സായാൽ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളുടെ ആദ്യത്തെ കടമ്പയാണിത്. അതുപോലെ മറ്റുള്ളവർക്ക് ഇതൊരു പുതുമയല്ല. നിങ്ങൾക്ക് സാധാരണ വർഷത്തിൽ 2 പരീക്ഷ നടക്കുന്നതിൽ ഒരു പരീക്ഷയാണ് ഇപ്പോ ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. അപ്പൊ നമുക്കിനി ഇതിനെ കുറിച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് പഠിക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ മുതൽ 22/12/2025 മുതൽ 30/12/2025 വരെയാണ് ഈ പരീക്ഷ അപേക്ഷിക്കാനുള്ള കാലാവധി. എന്നാണ് 22/12/2025 മുതൽ നിലവിൽ പറഞ്ഞിരിക്കുന്നത് 30/12/2025 വരെയാണ്. അതുപോലെ അതിന്റെ ഫൈനൽ പ്രിന്റ് ഔട്ട് നിങ്ങളിപ്പോ പരീക്ഷ അപേക്ഷ വെച്ച് ഫീസ് അടച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും എന്ത് ചെയ്തിരിക്കണം, 30/12 മുൻപ് എടുത്തിരിക്കണം. നമ്മുടെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് എന്താണ്, 11/2/2026 അടുത്ത വർഷമാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്. ഇനി പരീക്ഷ നടക്കുന്നത് എന്നാണ്, കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം നടക്കുന്നത് 21/2/2026 കാറ്റഗറി 3യും കാറ്റഗറി 4ഉം നടക്കുന്നത് 23/2/2026 ആണ്. ഒരു പ്രത്യേകതയുണ്ട്, ഞായറാഴ്ച പരീക്ഷ ഇല്ല, തിങ്കളാഴ്ചയാണ് പരീക്ഷ. അപ്പം നമുക്കിനി നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. ഓർത്തിരിക്കേണ്ട ദിവസങ്ങൾ ഞാൻ ഒന്ന് തുടക്കത്തിലേ പറഞ്ഞു, എന്നാലും ഒന്നുകൂടി പറഞ്ഞേക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സൈറ്റിൽ ഇപ്പം മുതൽ അപേക്ഷ വെച്ച് തുടങ്ങാം. അതുപോലെ തന്നെ ഓൺലൈൻ ഇത് അപേക്ഷിക്കുന്ന അവസാനിക്കുന്ന തീയതി 30/12. അതുപോലെ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത് 30/12. പിന്നെ വെബ്സൈറ്റിൽ നിന്നും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് 11/2/2026. പിന്നെ പരീക്ഷാ തീയതികൾ എന്ന് പറയുന്നത് നിലവിൽ പറഞ്ഞിരിക്കുന്ന 21 ഫെബ്രുവരി 2026 കാറ്റഗറി 1, കാറ്റഗറി 2. അതുപോലെ 23/2/2026 കാറ്റഗറി 3യും കാറ്റഗറി 4. ഓക്കെ. ഇനി നമ്മളുടെ പരീക്ഷാ സമയങ്ങളും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മളെല്ലാം കൃത്യമായിട്ട് മുമ്പേ പറഞ്ഞിരുന്നതാണ്, എന്നാലും ഒന്നുകൂടി നിങ്ങൾക്ക് ഇവിടെ ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ. ഇത് നമ്മുടെ നോട്ടിഫിക്കേഷനും ഇത് നമ്മുടെ വെബ്സൈറ്റിലും കാണുന്ന വിവരങ്ങളാണ്. ഇത് നമ്മളൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം എടുത്തേക്കുന്ന വീഡിയോസ് ആണ്. കാരണം നമ്മുടെ വിദ്യാവീതി എന്ന് പറയുന്നത് ഒരു കേട്ടറ്റ് പഠിപ്പിക്കുന്ന, കേട്ടറ്റ് പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം നമ്മുടെ വിദ്യാവീതിയിൽ നമ്മൾ കേട്ടറ്റിന്റെ കാറ്റഗറി 1ന്റെയും കാറ്റഗറി 2ന്റെയും ഒരു പുതിയ ബാച്ച് ഈ ഡിസംബർ മാസം ഓർത്തിരുന്നു 26 ആരംഭിക്കുന്നുണ്ട്. നമ്മളുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ബാച്ച് ആയിരിക്കും ഇത്. ഡിസംബർ 26 നമ്മൾ ആരംഭിക്കുന്ന ബാച്ച്. അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇവിടെ താഴെ ഒരു നമ്പർ കിടപ്പുണ്ട്, അതൊന്ന് നോക്കിക്കോളൂ. 94 95 177 417.
നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ നിങ്ങൾക്ക് വേണ്ട പഠന സാമഗ്രികളെല്ലാം ഈ പറയുന്ന 22/2/2026 വരെ നൽകുന്നതാണ്. നമ്മളിപ്പം എടുക്കുന്ന ബാച്ചിൽ കേട്ടറ്റ് കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും എടുത്തു പറയുകയാണ്. 3ക്കും 4നും നമ്മൾ ഈ ബാച്ചിൽ ക്ലാസ് ഇല്ല. പിന്നെ 3ക്ക് ഇല്ല. 4ന് പിന്നെ ജനറൽ സബ്ജക്റ്റുകളായിട്ടുള്ള മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ തരണമെങ്കിൽ നമ്മൾ തരാം. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ഇതിലേക്ക് തന്നെ പോവാം. ഇനി 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, RTE ആക്ട്, എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും അല്ലേ? അധ്യാപകരുടെ നിയമന കാര്യത്തിൽ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധ്യാപകരായി നിയമിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അധ്യാപനത്തിന്റെ എല്ലാ നിലയിലുമുള്ള വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുവാനുള്ള അത്യാവശ്യവും അഭിരുചിയും കഴിവും ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിൽ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ തലങ്ങളിൽ അധ്യാപകരായി നിയമിക്കപ്പെടുവാനുള്ള നിലവാരം നിർണ്ണയിക്കുന്നതിനായി നടത്തപ്പെടുന്ന യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ്. അതിൽ ഒന്നാമത്തെ വിഭാഗം കേട്ടറ്റ് കാറ്റഗറി 1, ഇത് ലോവർ പ്രൈമറി ക്ലാസ്സുകൾക്കാണ്. കാറ്റഗറി 2 അപ്പർ പ്രൈമറി ക്ലാസ്സുകൾക്കാണ്. കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസ്സുകൾക്കാണ്. കാറ്റഗറി 4 ഭാഷാധ്യാപകർ, അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു, UP തലം വരെ ഉള്ള അധ്യാപകർക്കാണ്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ആർട്ട്, ക്രാഫ്റ്റ്, കായിക അധ്യാപകർ എന്നിവർക്ക് കാറ്റഗറി 4 ആണ്. ഇനി ഇതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് കൂടുതൽ നോക്കാം. നമ്മുടെ മാറ്റം വന്നിട്ടില്ല, പക്ഷേ, ഇവിടെ ഒരു പക്ഷേ വെച്ചേക്കുന്ന എന്തിനാന്ന് അറിയാമോ? ശ്രദ്ധിച്ചു നോക്കിക്കോ. നിലവിലത്തെ ഉത്തരവ്, അതായത് മുന്നിലത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലും ഉണ്ട്. ഒന്ന്, CTET പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് 1ൽ നിന്നും CTET എലമെന്ററി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് 2ൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. CTET ഉണ്ടെങ്കിൽ കേട്ടറ്റ് വേണ്ട, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇനി അടുത്തത്, നെറ്റ്, സെറ്റ്, MPhil, PhD, MEd എന്നീ യോഗ്യതകൾ നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി 1 മുതൽ 4 വരെ നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. സൂചന 7 സർക്കാർ ഉത്തരവ് പ്രകാരം MEd ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കണമെന്ന് നിർബന്ധം ഇല്ല, അതും നിലവിലുണ്ട്. പിന്നെ കേട്ടറ്റ് കാറ്റഗറി 3 വിജയിച്ചവരെ കാറ്റഗറി 2 നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്, അതും ഉണ്ട്. ഇനി കേട്ടറ്റ് കാറ്റഗറി 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്, അതും നിലവിലുണ്ട്. ഇനി ഇതൊക്കെ അവിടെ നിന്നോട്ടെ, ഏറ്റവും അടിയിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെ കുറിച്ചിട്ടൊക്കെയാണ്. അതെന്താന്ന് വെച്ചാൽ ഒന്നാമത്തത് വേണം പറഞ്ഞു തരാം. 24/6/2022 സർക്കാർ ഉത്തരവ് 110/2022 പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രകാരം 1/4/2012 മുൻപ് അടിസ്ഥാന യോഗ്യത നേടുകയോ പ്രസ്തുത കോഴ്സുകൾക്ക് പ്രവേശനം നേടുകയോ ചെയ്തവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയിലെ മിനിമം മാർക്ക് എന്ന വ്യവസ്ഥയ്ക്ക് ഇളവുണ്ട്. അതായത് ഒരു 45%, പോകെ ഞാനത് പറഞ്ഞുതരും, 45% മാർക്ക് അടിസ്ഥാനമായിട്ടുണ്ട് ഈ പരീക്ഷ എഴുതണമെങ്കിൽ. പക്ഷെ അത് ഈ 2012 മുൻപ് പഠിച്ചിറങ്ങിയവർക്ക് ആ ഒരു ഇത് വേണ്ട. നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷ വെക്കാം എന്നുള്ളതാണ്. അതുപോലെ കാറ്റഗറി 3 വിജയിച്ച ഭാഷാ അധ്യാപകരെ കാറ്റഗറി 4 നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. അതായത് കാറ്റഗറി 3 ഹിന്ദി പാസ്സായേക്കുന്ന ഒരു ടീച്ചറിന് പിന്നെ കാറ്റഗറി 4 ഹിന്ദി പാസ്സാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഈ പക്ഷം എന്താണെന്ന് പറഞ്ഞു തരാം. അടിയിലൊരു കുറിപ്പുണ്ട്. 1/9/2025 തീയതിയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് മേൽപ്പറഞ്ഞ ഇളവുകൾ. അതായത് സുപ്രീം കോടതി ഇപ്പൊ പറയാണ് UP കാറ്റഗറി 2 വേണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന കാറ്റഗറി 3 വിജയിച്ച് നിൽക്കുന്നവരും സെറ്റ് ക്വാളിഫൈ ആയി ഹൈസ്കൂളിന്റെ എലിജിബിലിറ്റി പാസ്സായി നിൽക്കുന്നവർക്കും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഈ കേട്ടറ്റ് കാറ്റഗറി 2 അല്ലെങ്കിൽ ഈ പറയുന്ന CTET എലമെന്ററി സ്റ്റേജോ പാസ്സാകേണ്ട ഒരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാതെ പരീക്ഷ എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ ജസ്റ്റ് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു എന്താ പറയുക മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾ എഴുതണം എന്നല്ല. ഇതിൽ പറഞ്ഞേക്കുന്നത് ഈ സുപ്രീം കോടതിയുടെ വിധി പ്രാബല്യത്തിൽ വന്നാൽ, വരാതിരിക്കട്ടെ, ഒരുപാട് അധ്യാപകർ രക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ്. എന്നാലും അത് വരികയാണെങ്കിൽ അന്നേരം നിങ്ങൾ ഓടാൻ പോകണ്ട, ഇപ്പൊ ഓടാൻ പോകുന്ന പോലെ മുന്നേ നമ്മളൊന്ന് എറിയുന്നത് എപ്പോഴും നല്ലതാണ്. ഈ പരീക്ഷ എങ്ങനെയാണെന്നൊന്ന് ഒരു ജസ്റ്റ് ഒരു 500 രൂപ അപേക്ഷ വെച്ചിട്ടൊരു പരീക്ഷ എഴുതുന്ന ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. അപ്പൊ അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു തലങ്ങളിലേക്ക് നോക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യം LP UP, അതായത്
നിലവിലത്തെ സാഹചര്യത്തിൽ ഈ UP പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകര് എന്താണ് +2 TTCയും കഴിഞ്ഞവരുണ്ട്. അവർക്ക് ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് കാറ്റഗറി 2 എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ളവര് പഴയ UPSC തസ്തികകൾക്കുള്ളവർക്കും കാറ്റഗറി 1 എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ഓൾറെഡി പ്രാബല്യത്തിൽ തന്നെ ഉണ്ട്. അതായത് എന്താണ്, കേട്ടറ്റ് 1, 2 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ LP UP നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇത് പ്രാബല്യത്തിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഒരു അപേക്ഷാർത്ഥി എത്ര കാറ്റഗറി എഴുതുന്നതിനും ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം LPയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, നിങ്ങൾക്ക് ഡിഗ്രിയും ഉണ്ട്, എന്നാൽ കാറ്റഗറി 1ഉം 2ഉം നിങ്ങൾ എഴുതാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരു അപേക്ഷ വെക്കുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു കോളം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഒരു കോളം കാണാൻ പറ്റും. ഈ കോളത്തിന്റെ അകത്ത് നിങ്ങൾ ടിക്ക് ഇടേണ്ടത് ഏതൊക്കെയാണ്? നിങ്ങൾ കാറ്റഗറി 1ഉം 2ഉം എഴുതുന്നുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ അപേക്ഷ വെക്കണം. രണ്ടും സെപ്പറേറ്റ് വെക്കാൻ പോരുത്, അത് പറ്റത്തില്ല. ഒരാൾക്ക് ഒരു പരീക്ഷയ്ക്ക് ഒരപേക്ഷ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ അപേക്ഷയിൽ നിങ്ങൾ 4 കാറ്റഗറി എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4നും അപേക്ഷ വെക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, അപേക്ഷ ഓൺലൈനായി മാത്രമാണ് സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സൈറ്റ് ഇപ്പോഴും ഓപ്പൺ ആണ്. അപേക്ഷാർത്ഥിയുടെ പേര്, ജനനതീയതി, അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, കാസ്റ്റ്, കാറ്റഗറി, ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ രേഖപ്പെടുത്തണം. കാരണം നിങ്ങൾ അതിന്റെ അകത്ത് ജനറൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിക്കാർക്ക് ജയിക്കണമെങ്കിൽ 90 മാർക്ക് വേണം. അപ്പോൾ OBC ആയിട്ടുള്ള ഒരാള് അതിന്റെ അകത്ത് എൻട്രി ചെയ്യുമ്പോൾ ജനറൽ ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾ OBC ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് 90 മാർക്ക് മേടിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ OBC ആണെങ്കിൽ, അല്ലെങ്കിൽ OEC ആണെങ്കിൽ, അല്ലെ SC ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട 82 മാർക്കാണ്. അപ്പൊ ഈ 82 മാർക്ക് മേടിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ നിങ്ങളുടെ കാസ്റ്റ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻട്രി ചെയ്തിരിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഫോട്ടോ ചുവടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല. ഫോട്ടോയിൽ കേരള PSC മറ്റു സീലുകൾ എന്നിവ രേഖപ്പെടുത്താൻ പാടില്ല. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, അതായത് സെൽഫി ഒന്നും എടുത്ത് അപ്ലോഡ് ചെയ്യരുത്, റിജക്റ്റ് ആയി പോകും. ഫോട്ടോ വ്യക്തമായിരിക്കണം, ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് സെൽഫി പാടില്ല. പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപേക്ഷാർത്ഥികൾ ശ്രദ്ധിക്കുക. കാരണം നമുക്കിപ്പോ ഇച്ചിരി സൗന്ദര്യം കൂടുതലുള്ള ഫോട്ടോയൊക്കെ ആയിരിക്കും ചിലപ്പോൾ +2ലൊക്കെ പഠിച്ചപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്, എന്നാൽ അതങ്ങ് വെച്ചേക്കാന്ന് ഇപ്പം നമുക്ക് 40-42 വയസ്സുള്ള എന്നെ പോലുള്ള ആളുകൾ ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ എപ്പോഴും നല്ല ഫോട്ടോ വെക്കരുത്, ഏറ്റവും പുതിയതായിട്ട് എടുത്ത ഒരു ഫോട്ടോ വേണം ഇതിൽ കൊടുക്കാൻ. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നിർബന്ധമായും ഒരു ഐഡന്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് ആയതിന്റെ നമ്പർ രേഖപ്പെടുത്തേണ്ടതും പ്രസ്തുത ID കാർഡിന്റെ അസൽ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർക്ക് പരിശോധനയ്ക്കായി സമർപ്പിക്കേണ്ടതും ID കാർഡ് ഹാജരാക്കാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുമില്ല. അതായത് നമ്മൾ ID കാർഡ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വോട്ടേഴ്സ് ID കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്. നിങ്ങൾ അവിടെ എന്താണോ കൊടുക്കുന്നത് അതിന്റെ നമ്പറും അതിന്റെ തൊട്ട് താഴെ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ അപേക്ഷ വെക്കുന്നതിനെ കുറിച്ചിട്ട് ഇടും, ഇതിന്റെ ചുവടെ വരും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ അപേക്ഷ വെക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ID കാർഡ് അതിന്റെ ഒറിജിനൽ തന്നെ ആയിരിക്കണം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. അത് രണ്ടും വെച്ച് അവർ നോക്കും. നമ്മുടെ ഇതിൽ കാണും, ആ ആപ്ലിക്കേഷൻ വെച്ചേക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോമിന്റെ അകത്ത് നമ്മുടെ ഈ ID കാർഡിന്റെ നമ്പർ നോട്ട് ചെയ്യും. അത് അവരവിടെ വെച്ച് വെരിഫിക്കേഷൻ നടത്തും. ആ സമയത്ത് അത് കയ്യിലില്ലെങ്കിൽ അവരെ പരീക്ഷ എഴുതിപ്പിക്കില്ല. അപേക്ഷയിലെ വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫൈനൽ കൺഫർമേഷൻ നൽകേണ്ടതാണ്. ഇനി പരീക്ഷയുടെ പദ്ധതി ഘടകം. 4 വിഭാഗങ്ങളായി കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 പരീക്ഷ നടത്തുന്നു. ഓരോ വിഭാഗത്തിനും വേണ്ട അടിസ്ഥാന യോഗ്യത നേടിയിട്ടുള്ളവർക്ക് പരീക്ഷ എഴുതുന്നതിന് അർഹത ഉണ്ടാവും. പരീക്ഷ നടത്തുന്നത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിലെ അധ്യാപകരാകാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്ക് കാറ്റഗറി 1, അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ അധ്യാപകരാകാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്ക് കാറ്റഗറി 2. ഇതിന്റെ അകത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞേക്കുന്ന ഈ രണ്ടെണ്ണത്തിനും ഏതെങ്കിലും 1 or 2 പാസ്സായാൽ 2 നിയമനങ്ങൾക്കും പരിഗണിക്കാവുന്ന മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡിഗ്രി ഇല്ലാത്തവർക്ക് 1 എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ അധ്യാപകരാകാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്ക് കാറ്റഗറി 3 പറ്റും. ഇനി UP തലം വരെയുള്ള ഭാഷാ അധ്യാപകരാകാൻ യോഗ്യത നേടിയവർക്ക്, കായിക അധ്യാപകർക്കും സ്പെഷ്യൽ അധ്യാപകർക്കും കാറ്റഗറി 4. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, പുതിയ പിള്ളേര് B.Ed DLed അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് 3rd, 4th സെമസ്റ്റർ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ഇവർ ബി.എഡ്, ഡി.എൽ.എഡ് പരീക്ഷ വിജയിച്ച് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി നമുക്ക് ഓരോന്നിന്റെയും മാനദണ്ഡങ്ങൾ നോക്കാം. ഇത് ഞാൻ സൈറ്റിൽ നിന്ന് തന്നെ എടുത്താണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി അതിൻ്റെ അകത്തൊന്നും പറയാൻ പോകണ്ട. ഇത് ഒന്നാമത്തേത് കേട്ടറ്റ് കാറ്റഗറി 1. കാറ്റഗറി 1-നാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട യോഗ്യതകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പാസ്സായിരിക്കണം. 1, ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി അറ്റ്ലീസ്റ്റ് 45% ആൻഡ് കേട്ടറ്റ് TTC, DLED, DED. ഇത് നമ്മൾ 2012 മുമ്പൊക്കെ പഠിച്ചവർ ഇതങ്ങ് തിരഞ്ഞെടുത്താൽ മതി. കാരണം നമുക്ക് എന്താണ് ഇതിന്റെ അകത്ത് ശരിക്കും 45% വേണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വർഷം ഇവിടെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ബോർഡ് കഴിഞ്ഞിട്ടൊരു ഇയർ ഉണ്ട്, അവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഡിസേബിൾ ആയി പോയിക്കോളും. നിങ്ങൾക്ക് ശതമാനത്തിന്റെ ആവശ്യം ഇല്ല. ഇനി അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി അറ്റ്ലീസ്റ്റ് 45% ആൻഡ് ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ. ഇനി ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി അറ്റ്ലീസ്റ്റ് 50% ആൻഡ് ഫോർ ബാച്ചിലർ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത് ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി അറ്റ്ലീസ്റ്റ് 50% സെക്കൻഡ് ഇയർ ഡിപ്ലോമ, സെക്കൻഡ് ഇയർ 2 ഇയർ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. അത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻകാർക്കാണ്. പിന്നെ നിങ്ങൾക്ക് DLEDോ DEDോ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആ ഡൂയിങ് ഫൈനൽ ഇയർ എന്നുള്ളത് കൊടുക്കാം. ബിടെക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതർ ഇക്വലൻസി ക്വാളിഫിക്കേഷൻ എന്നുള്ളവർക്ക് അത് കൊടുക്കാം. പിന്നെ SSLC ഓർ TTC ക്വാളിഫൈഡ് ബിഫോർ 2012. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഈ PDC ഇല്ലാതെ പണ്ട് സർവീസിൽ കയറിയ PD ടീച്ചർമാരുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് +2ന്റെ കൊടുക്കേണ്ട കാര്യമില്ല. SSLC ഓർ TTC ക്വാളിഫിക്കേഷൻ കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് കൊടുത്തിട്ട് മുമ്പോട്ട് കയറി പോകാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താണ്, +2 പ്ലസ് TTC ഉള്ളവർക്ക്, അല്ലെങ്കിൽ SSLC പ്ലസ് TTC ഉള്ളവർക്ക്. പിന്നെ എന്താണ്, ഈ TTCക്ക് പകരം DED, ഇനി DLED ഇതിൽ ഏതെങ്കിലും പാസ്സായവർക്കും കാറ്റഗറി 1 അപേക്ഷിക്കാം. ഇനി ചിലരുണ്ട് ഈ B.Ed കഴിഞ്ഞവർക്ക്, അതായത് എന്താണ് ഈ പണ്ടൊക്കെ ഈ LP പഠിപ്പിക്കാനായിട്ട് B.Ed ഉള്ളവർക്കും യോഗ്യത നേടാമായിരുന്നു എന്നുള്ള ഒരു പണ്ട് നേടിയവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അതർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ മുകളിൽ തിരഞ്ഞെടുക്കുമ്പോൾ ടീച്ചറാന്നുള്ളത് തിരഞ്ഞെടുത്തിട്ട് തന്നെ കൊടുക്കണം. കാറ്റഗറി 2 എഴുതുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ അങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് ഇത് രണ്ടും നിങ്ങൾക്ക് അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പം അതർ ക്വാളിഫിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടിടത്തും അതർ ക്വാളിഫിക്കേഷനേ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ യൂണിവേഴ്സിറ്റിയും ബോർഡും ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതി പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിനും അപേക്ഷ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ, ഇനി കാറ്റഗറി 2-നാണ് ഞാൻ ടിക്കറ്റ് ഇട്ടേക്കുന്നത്. നോക്കിക്കോ, ഈ കാറ്റഗറി 2-ന് ടിക്കറ്റ് ഇട്ടേക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന എന്താണ്, ഗ്രാജുവേഷൻ ആൻഡ് TTC, DED, DLED. ഇവിടെ വന്നു ഡിഗ്രി വേണം എന്നുള്ളത് ഇവിടെ കമ്പൽസറി ആയി. ഗ്രാജുവേഷൻ അറ്റ്ലീസ്റ്റ് 45% ആൻഡ് B.Ed. പിന്നെ ഹയർ സെക്കൻഡറി, പിന്നെ 4th ഇയർ ബാച്ചിലർ എലമെന്ററി എഡ്യൂക്കേഷൻ. ഹയർ സെക്കൻഡറി BA, B.Ed, BSc, B.Ed, ഡൂയിങ് B.Ed, DED, DLED, ബിടെക് ഗ്രാജുവേറ്റ്, അതർ ക്വാളിഫിക്കേഷൻ. ഇത്രയാണ് ഈ കാറ്റഗറി 2 എഴുതാൻ വേണ്ടത്. അപ്പൊ ഡിഗ്രിയും TTC ഉള്ളവർക്കാണ് ഇത് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത് ഇവിടെ സ്പഷ്ടമാണ്. ഓക്കെ, കാരണം അത് PD ടീച്ചർമാർക്ക് ശരിക്കും ഡിഗ്രി ഇല്ലാതെ അവർ TTCയും +2 വെച്ചിട്ട് UPST തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതർ ക്വാളിഫിക്കേഷൻ, ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ട് എഴുതാം. പക്ഷെ അത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. കാരണം അത് കൊടുത്തു നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ കാറ്റഗറി 1ഉം 2 എഴുതുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ 1 നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് 1 ആണ്. 1 മാത്രം നിങ്ങൾ എഴുതുക. UPSC തസ്തികയ്ക്ക് ശരിക്കും മുകളിലെ സർക്കാർ ഉത്തരവ് പ്രകാരം 1 അല്ലെങ്കിൽ 2 മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ, നമുക്കത് അതിനെ കുറിച്ചിട്ട് എന്താണ് നിയമപരമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം നമുക്ക് അത് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ, നിയമത്തിന് വെളിയിൽ നിന്നുകൊണ്ടൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, കേട്ടറ്റ് കാറ്റഗറി 1, 2 ഈ വിഭാഗങ്ങൾക്ക് നമ്മൾ ഈ 26-ാം തീയതി 26/12 രാത്രി 8:30 പുതിയൊരു ബാച്ച് കൂടി ആരംഭിക്കുന്നുണ്ട്. അഡ്മിഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന 94 95 177 417 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്പർ ഒന്നുകൂടി വേണം നോട്ട് ചെയ്തു, 94 95 177 417. നമുക്ക് ഫീസൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. നല്ലൊരു ഫീസ് നമ്മൾ മേടിക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാം ലൈവ് ക്ലാസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ലൈവ് ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു ഫീസ് നമ്മൾ മേടിക്കുന്നുണ്ട്. പക്ഷെ നല്ല വൃത്തിയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും എന്നുള്ളതിൽ സംശയമില്ല. നിങ്ങൾക്ക് നമ്മുടെ ഇതിനു മുമ്പ് പഠിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. ഓക്കെ.
ഇനി കാറ്റഗറി 3യിലേക്ക് നമുക്ക് പോവാം. സോറി, ഇത് കാറ്റഗറി 3 തന്നെയായിരുന്നു. കാറ്റഗറി 3യിൽ നമുക്ക് BEd വേണം. കാരണം അതാണ് തുടക്കത്തിലേ ഉള്ള സാധനം. കാറ്റഗറി 3യിൽ നമുക്ക് BEd വേണം. ഗ്രാജുവേഷൻ അറ്റ്ലീസ്റ്റ് BEd, MSc BEd, പിന്നെ BA LTTC, ഡൂയിങ് ഫൈനൽ ഇയർ BEd, ക്വാളിഫിക്കേഷൻ BEd ബേസ്ഡ് ഓൺ മാർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡൂയിങ് BEd ബേസ്ഡ് ഓൺ മാർക്ക് ഇൻ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. ഇവിടെ നമുക്ക് എന്താണ്, ഡിഗ്രിയും BEdും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാറ്റഗറി 3ക്ക് അപേക്ഷ വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് അപേക്ഷ വയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, BEd നിങ്ങൾ ഏതാണോ പഠിച്ചിരിക്കുന്നത്, ഇപ്പൊ മലയാളം ആണെങ്കിൽ അത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇവിടെ തന്നെ കണ്ടോ, ഓപ്ഷണൽ സബ്ജക്ട് ഫോർ കേട്ടറ്റ് കാറ്റഗറി 3 എന്നുള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സബ്ജക്ട് തിരഞ്ഞെടുക്കണേ. അറിയത്തില്ലാത്തൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. ചുമ്മാ തോന്നിയവാസത്തിന് എടുക്കരുത്. നിങ്ങൾ BEdൽ പഠിച്ചത് സോഷ്യൽ സയൻസ് ആണെങ്കിൽ അവിടെ സോഷ്യൽ സയൻസ്, പഠിച്ചത് ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ അവിടെ ഫിസിക്കൽ സയൻസ്, അവിടെ നാച്ചുറൽ സയൻസ് ആണെങ്കിൽ നാച്ചുറൽ സയൻസ്, മാത്സ് ആണെങ്കിൽ മാത്സ്, അത് കൃത്യമായിട്ട് അവിടെ സെലക്ട് ചെയ്ത് എഴുതണം. ഓക്കെ. ഇനി കാറ്റഗറി 4. കാറ്റഗറി 4 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമുക്ക് ഡിഗ്രിയാണ് നമ്മുടെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ തന്നെ ഡിഗ്രിയും മറ്റു കാര്യങ്ങളുമാണ്. അതിന് നമുക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. അറബിക് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മ്യൂസിക് ഉണ്ട്, BEd ഉണ്ട്, പിന്നെ എന്താണ്, സാൻസ്ക്രിറ്റ് ഉണ്ട്, സ്വീയിങ് ഉണ്ട്, ഉറുദു ഉണ്ട്. ഇത്രയും വിഷയങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി പറയുന്നു, വിദ്യാവേദിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കാറ്റഗറി 1നും കാറ്റഗറി 2നും മാത്രമാണ്. 3ക്കും 4നും നമ്മൾ ഇനി എടുക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ഇനിയുള്ള 60 ദിവസം കൊണ്ട്, 60 ഡേ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ 90 മാർക്ക് മേടിക്കാം എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ അടുത്ത് അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ, നിങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ഇടുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ യൂട്യൂബിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്രയും നേരം നമ്മളെ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ വിദ്യാവീതിയുടെ പേരിൽ നന്ദി പറയുന്നു. വിദ്യാവീതിയിലെ അഡ്മിഷൻ എടുക്കാൻ വിളിക്കേണ്ട നമ്പർ 94 95 177 417. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കാരണം ഇങ്ങനെയുള്ള വള്ളിക്കെട്ടുകളൊക്കെ പിടിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ബിസി ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ തരും. ധൈര്യമായിരിക്കുക, പഠിക്കുക. നമ്മൾ ഇത്തവണ പരീക്ഷ ജയിക്കുന്നതായിരിക്കും. എല്ലാവരും, സർവീസിലുള്ളവരും സർവീസിലില്ലാത്തവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ പരീക്ഷ കിട്ടുന്ന അവസരം പാഴാക്കാതെ പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.